എഴുന്നള്ളിപ്പിന് ആവശ്യത്തിന് ആനകളെ കിട്ടാനില്ലാതായതോടെ കേരളത്തിൽ ഉത്സവങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നാട്ടാനകളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൈമാറ്റം ചെയ്യാൻ അനുമതി നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ കടും പിടുത്തമാണ് ഇതിന് കാരണം. നാട്ടാന കൈമാറ്റത്തിന് കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ നിയമം പ്രാബല്യത്തിലാക്കിയിട്ടും കേരളത്തിൽ മാത്രം ഈ നിയമം നടപ്പാക്കുന്നില്ല എന്ന് പരാതിയുണ്ട്. ഇത്തവണ തൃശൂർ പൂരത്തിന് ആന പ്രതിസന്ധി രൂക്ഷമായിരിക്കും. ഈ റിപ്പോർട്ടോടുകൂടി ബ്രേക്കിംഗ് അവേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശേഷം വാർത്തകൾ ഇതുവരെയിൽ ശ്രീജ ശ്യാം ചേരും. തൃശൂർ പൂരവും ആറാട്ടുപുഴ പൂരവും ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും വലിയ പൂരങ്ങൾ നടക്കുന്ന ജില്ലയാണ് തൃശൂർ. ഈ പൂരങ്ങളുടെയൊക്കെ ഒരു വലിയ ആകർഷണം എന്ന് പറയുന്നത് ആനകളാണ്. ആനകൾ ഈ പൂരങ്ങളുടെ ആചാരങ്ങളുടെ കൂടി ഭാഗമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നാട്ടാനകളുടെ ലഭ്യത കുറവാണ്. 1997 കേരളത്തിലെ കണക്ക് പ്രകാരം 1200 നാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. ഈ 2024 ആയപ്പോൾ അത് 374 ചുരുങ്ങി. നാട്ടാനകളിൽ ഈ 374 വെറും 250 മാത്രമാണ് എഴുന്നള്ളിപ്പിനായി ഉപയോഗിക്കാൻ കഴിയുന്നവ. 31,000-ലധികം എഴുന്നള്ളിപ്പുകളാണ് ഒരു വർഷം കേരളത്തിൽ നടക്കുന്നത്. അതായത് വളരെ കുറച്ച് നാട്ടാനകളെ മാത്രമേ കേരളത്തിൻ്റെ ഉത്സവ പറമ്പുകളിൽ എഴുന്നള്ളിപ്പിനായി ഇപ്പോൾ ലഭ്യമുള്ളൂ എന്നുള്ളത്. നമ്മുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ പൈതൃകങ്ങളൊക്കെ അവസാനിക്കുന്ന പോലെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പുതിയൊരു ഗവൺമെൻറ് വരികയാണ്. പുതിയൊരു ഗവൺമെൻറ് ശാശ്വതമായിട്ടുള്ള റൂൾ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് ഇത് സംരക്ഷിക്കേണ്ടില്ലെങ്കിൽ പൂരങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കഥയെ മാറുമെന്നാണ് ഞങ്ങൾ എന്താ പറയുക പേടിക്കുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പോവുകയാണെങ്കിൽ ഒരു 4-5 വർഷത്തോടുകൂടി പൂരങ്ങളൊക്കെ അവസാനിക്കുന്നതാണ് പറയാനുള്ളത്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നത്. അതായത് നാട്ടാനകളെ പല ഇടങ്ങളിൽ നിന്നായി മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാം എന്നുള്ളത്. പക്ഷേ കേരളത്തിൽ മാത്രം അത് ഇതുവരേക്കും നടപ്പിലായിട്ടില്ല. വനംവകുപ്പ് കൃത്യമായി അതിൽ ഒരു NOC നൽകാത്തതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടാനകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിലൊരു പ്രതിസന്ധി നേരിടുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ കഴിയുന്ന കാര്യം എന്തുകൊണ്ട് കേരളത്തിന് മാത്രം കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് തന്നെ ഒരുപാട് ആനകളുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് കൊമ്പനാനകളെ പിടിച്ച് മെരുക്കി അത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകൂടം ചെയ്യേണ്ടത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അത് ഭരണകൂടം അത് നിർവഹിക്കുക എന്നാണ് നമ്മുടെ ആവശ്യം. പക്ഷെ അവർ എങ്ങനെ അത് നടത്താതിരിക്കാം എന്നതിനെക്കുറിച്ച് റിസർച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളെല്ലാം ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.